നമസ്കാരം സുഹൃത്തുക്കളെ. ഈ പറയാൻ പോകുന്ന വിഷയം ഒരുപാട് തവണ പറഞ്ഞു പോയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരു സംഭവം നമുക്ക് പറഞ്ഞേ പറ്റൂ. അതായത് അമേരിക്കയിലെ ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനം വളരെ ഭയങ്കര വലിയൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആന്റി ഇന്ത്യ ഫാക്ടറി ആയി മാറുകയാണോ? ഇന്ത്യ വിദ്വേഷം ചീറ്റുന്ന ലോകത്തിലെ തലസ്ഥാനമായി മാറുകയാണോ ഈ പറയുന്ന ടെക്സസ്? ടെക്സസിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട്. അതിനേക്കാളും കൂടുതൽ ഇന്ത്യക്കാർ ഒരു പക്ഷേ അമേരിക്കയിൽ വേറെ സംസ്ഥാനങ്ങളായിട്ടുള്ള ന്യൂയോർക്ക്, അതുപോലെ തന്നെ ഇലിനോയ്, ഷിക്കാഗോ അല്ലെങ്കിൽ കാലിഫോർണിയ കാണുമായിരിക്കും. അവിടെ നിന്നും നമുക്കിത് കാണാൻ സാധിക്കുന്നില്ല. ഈ ഇന്ത്യ വിദ്വേഷം ഓരോ ദിവസവും പുതിയ പുതിയ കഥകളാണ് കടന്നു വരുന്നത്. ഇന്ന് ഞാൻ ആകസ്മികമായ ഒരു വീഡിയോ കാണുകയായിരുന്നു. പ്ലാനോ എന്ന് പറയുന്ന സിറ്റി കൗൺസിലിൽ ഒരു വെള്ളക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, 10-20 വയസ്സ് കാണുമായിരിക്കും, അവനൊരു ഇന്ത്യൻ പതാക ഉയർത്തിക്കൊണ്ട് അവൻ വിളിച്ചു പറയുകയാണ്, ഇന്ത്യക്കാർ ഇവിടെ തൂറി നാറ്റിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കടകളിലെയും സോപ്പും ഡിയോഡറൻ്റ് ഒന്നും വെച്ചിട്ട് കാര്യമില്ല, ഇവരൊന്നും വാങ്ങാൻ പോകുന്നില്ല. ഇവർ പബ്ലിക്കായിട്ടുള്ള പാർക്കുകളിലും കുളങ്ങളിലും മറ്റേ മലമൂത്ര വിസർജനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിറ്റി കൗൺസിൽ, ഒരു പഞ്ചായത്ത് പോലുള്ള ഒരു വലിയൊരു കമ്മിറ്റിയാണ് അവിടെ വന്നിരുന്നുകൊണ്ട് അദ്ദേഹം ചീറ്റുകയാണ് ഇന്ത്യ വിദ്വേഷം. കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. വേറെ ആൾ പറയുന്നു അവിടെ ഈ ഈ പറയുന്ന കോസ്കോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു ശൃംഖലയാണ്. എല്ലാ സാധനങ്ങളും വാങ്ങാറ് വലിയൊരു കടയാണ്, റീറ്റെയിൽ കടയാണ്. അവിടെ മുഴുവൻ ഇന്ത്യക്കാർ മാത്രമാണ് ടെക്സസിൽ. അവിടെ ഏത് ടെക്സസിലെ കോസ്കോയിൽ പോലും ഇന്ത്യൻസിനെ തട്ടി നടക്കാൻ വയ്യ. ഒരു മുംബൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ തെരുവുകൾ പോയ പോലെയാണ് എന്ന് പറഞ്ഞൊരു വിഷം ചീറ്റുന്നു. അവിടെ ഒരു ഹനുമാൻ പ്രതിമയെ പറ്റി നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ ഛഠ് പൂജ എന്ന് പറഞ്ഞ ഒരു സംഭവം നടന്നു കഴിഞ്ഞൊരു 2 മാസം മുമ്പ്. അതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കുളങ്ങൾ മലിനമാക്കുന്നു. നമ്മൾ പറഞ്ഞു പോയ വീണ്ടും പറയാൻ താല്പര്യമില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ടെക്സസ് സംസ്ഥാനത്ത് കൊണ്ട് ഇതൊരു വിദ്വേഷം ചീറ്റുന്നതും ലോകം മുഴുവൻ പടരുന്നതും? ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? കാരണം എനിക്ക് എനിക്ക് മനസ്സിലാകുമെന്ന് പറയുന്നത്, ഞാൻ ഈ വീഡിയോ സ്പെസിഫിക്കലി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന യുവാക്കൾ, അതായത് വിദേശത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ, യുവതികൾ മനസ്സിലാക്കണം, ലോകം മാറി. മൾട്ടി കൾച്ചറൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി, അതായത് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സൊസൈറ്റി ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങൾ. സൗഹൃദത്തോടെ ആരും നിങ്ങളെ നോക്കി കണ്ടു എന്ന് വരില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളെ പറ്റി വലിയ ചിന്താഗതിയായിരിക്കും. മാന്യന്മാരാണ് സായിപ്പ്മാര്, നമ്മളോട് ബഹുമാനത്തോടെ പെരുമാറും. അങ്ങനെയായി എന്ന് വരില്ല ഒരു പക്ഷെ വരും കാലഘട്ടങ്ങൾ. അല്ലാതിരിക്കട്ടെ, ഞാനൊന്നും മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ കരുതിയിരിക്കണം. കാരണം ഏത് രാജ്യത്തായാലും, പോർച്ചുഗൽ ആയാലും സ്പെയിൻ ആയാലും ലണ്ടൻ ആയാലും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ 1.3 ബില്യൺ ആളുകളുള്ള നമ്മളെ ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഇതിന് പുറകിൽ ഒരു അജണ്ടയാണോ അതല്ലെങ്കിൽ ഒരു കൂട്ടം ഓർഗനൈസേഷൻ ആണോ ഇതിന് പുറകിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ പ്രശ്നക്കാരാണ് നമ്മൾ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. 90% ഇന്ത്യക്കാരും മാന്യമായ ജോലി എടുത്തുകൊണ്ട് ടാക്സ് മുടച്ചു. ഏത് രാജ്യത്ത് പോയാൽ പോലും ഹയസ്റ്റ് ടാക്സ് പേ ചെയ്യുന്ന ഒരു 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 ഗണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ, അങ്ങനെ നല്ല നല്ല ജോലികൾ ചെയ്ത് കഴിവുള്ളവർ. മക്കളെ ആണെങ്കിൽ കുടുംബത്തിനെ പറ്റി പഠിപ്പിക്കുന്നു, എങ്ങനെ ജീവിക്കണം, ഈ ഡ്രഗ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പെടാതെ നല്ലൊരു തലമുറയെ വാർക്കുന്നതിൽ മുൻപന്തിയിൽ. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു കൂട്ടം സംഘടനകൾ ഇന്ത്യ വിദ്വേഷം ചീറ്റുന്നു ലോകം മുഴുവൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ എവിടെ പോയാലും ഇത് കൂടെ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ബി പ്രിപ്പയർഡ്. പുറത്ത് താമസിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ കരുതിയിരിക്കുക. ഒരുപക്ഷെ റേസിസം എന്നുള്ളത് ഒരുപക്ഷെ പകൽ വെളിച്ചം പോലെ എല്ലായിടത്തും കാണാൻ സാധിക്കും, നിങ്ങൾ അനുഭവിക്കും. കാരണം വേറെ വഴിയില്ല. ഒരുപക്ഷെ അവസരങ്ങൾ കുറയുന്നുണ്ടായിരിക്കാം. കാരണം നമ്മുടെ ജനസംഖ്യയിൽ നമ്മൾ ഒരുപാട് വലിയൊരു ജനമാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ അവസരങ്ങൾ തട്ടിപ്പോകുന്നു എന്തൊരു കാരണം ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ഭാഗത്തും വളരെ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളും വിദേശികൾ കിട്ടുമായിരിക്കും. ഈ IELTS എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിദേശത്തേക്ക് വരണമെങ്കിൽ ഇംഗ്ലീഷിലെ പ്രാവീണ്യം തെളിയിക്കാൻ IELTS വേണം. എൻ്റെ അഭിപ്രായത്തിൽ അതിനോടൊപ്പം തന്നെ സിവിക് സെൻസ് എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു എക്സാം കൂടി വെച്ചേ പറ്റൂ. കാരണം വിദേശത്ത് നിന്ന് കടന്നു വരുന്ന പുതിയ തലമുറ കാണിച്ചു കൂട്ടുന്ന അസ്ഥിവിർജൻ തേംസ് നദിയിൽ, ലണ്ടനിലെ തേംസ് നദിയിൽ എന്താ പറയുന്ന വിസർജനം ചെയ്യാൻ പോയി എന്ന് പറയുന്നു ഒരു കൂട്ടം ആളുകൾ. അത്തരത്തിലുള്ള ചില കഥകളൊക്കെ പുറത്തു വരികയാണ് നമ്മളെ പറ്റി. പക്ഷെ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനം ഒരു ഹോട്ട്സ്പോട്ടായി മാറുകയാണ്. ആന്റി ഇന്ത്യ വിദ്വേഷം ഇവിടുന്ന് തുടങ്ങുന്നു. അവിടെ അവിടുത്തെ ഹനുമാൻ പ്രതിമയെ പറ്റി അവർ പറയുകയാണ്, ഈ വളരെ മോശമാണ്, വലിയ 100-100 അടി ഉയരമുള്ള പ്രതിമ എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വിദ്വേഷം ചീറ്റുന്നു. അപ്പോൾ
ഇത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മൾ ജീവിക്കാൻ പഠിച്ചേ പറ്റൂ. സ്വയം അല്ലെങ്കിൽ കുറച്ച് മാറ്റം നമുക്കും വരുത്തേണ്ടതുണ്ട്. ആ മാറ്റം നമ്മൾ വരുത്തിയേ പറ്റൂ. പക്ഷെ എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം? ടെക്സസിൽ താമസിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ എന്നോട് പറയുക. എന്താണ് ഈ ഒരു വിദ്വേഷം? അവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള ജനങ്ങളുടെ മെന്റാലിറ്റി ആണോ, അതോ നമ്മുടെ ഇന്ത്യക്കാരുടെ എന്തെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടാണോ ഈ ഒരു ടെക്സസ്? ഓരോ ദിവസം ഓരോ കഥകളാണ്. ഇന്ത്യ വിദ്വേഷ കഥകൾ, കോസ്കോ, ഇതുപോലെ ഞാൻ പറഞ്ഞു കണ്ടു മടുത്തിരിക്കുകയാണ് അവിടുത്തെ പറ്റി. എനിക്കൊന്നും അറിയാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ സുഹൃത്തുക്കൾ പറയണം എന്തുകൊണ്ടാണ് ഇത് ഈ പറയുന്ന സംസ്ഥാനത്തിന് മാത്രം പ്രത്യേകത.